അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാവിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഷാഹിദ എന്ന മരുമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കുടുംബജീവിതം. പരസ്പരം സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും താങ്ങാവാനുമാണ് അവൻ ദാമ്പത്യ ജീവിതം നിശ്ചയിച്ചത്. എന്നാൽ അതേ വിശുദ്ധമായ ബന്ധത്തിൻ്റെ ഉള്ളറകളിൽ പരലോക ചിന്ത ഒട്ടുമില്ലാത്ത മനുഷ്യർ അതിമോഹത്തിൻ്റെയും ചതിയുടെയും കറുത്ത വിത്തുകൾ പാകിയാൽ എന്താണ് സംഭവിക്കുക? ദുനിയാവിലെ നശ്വരമായ സമ്പത്തിനും സുഖഭോഗങ്ങൾക്കും വേണ്ടി സ്വന്തം ഭർത്താവിനെയും പ്രായമായ അമ്മായിയമ്മയെയും ഇല്ലാതാക്കാൻ ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയ തമിഴ്നാട്ടിലെ തിരുനെൽവേലി നിവാസികളെ ഇന്നും നടുക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണിത്. മനുഷ്യ മനസ്സിലെ നന്മ വറ്റിപ്പോകുമ്പോൾ പിശാച് എങ്ങനെയാണ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ചതിയുടെ കഥയാണിത്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുനെൽവേലി നഗരം. തിരക്കേറിയ ആ നഗരത്തിലെ ഒരു വലിയ തുണിക്കടയുടെ ഉടമയായിരുന്നു താരിഖ് എന്ന സഹോദരൻ. കഠിനാധ്വാനവും ബിസിനസ്സിലെ സത്യസന്ധതയും കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരിഖ് വലിയ സമ്പത്തും പ്രശസ്തിയും ഉണ്ടാക്കിയത്. നാട്ടുകാർക്കെല്ലാം താരിഖിനെ വലിയ കാര്യമായിരുന്നു. 5 നേരം കൃത്യമായി പള്ളിയിലെത്തി നിസ്കരിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഉത്തമ മനുഷ്യനായിരുന്നു അദ്ദേഹം. താരിഖിൻ്റെ ലോകം അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു. പ്രായമായ ഉമ്മ ഫാത്തിമ ബീവിയും ഭാര്യ ഷാഹിദയും അടങ്ങുന്നതായിരുന്നു ആ ചെറിയ കുടുംബം. പുറമേക്ക് കാണുന്നവർക്കെല്ലാം അതൊരു അതിസന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു. തങ്ങളെ അനുഗ്രഹിച്ച റബ്ബിന് നന്ദി പറഞ്ഞ് ആ കുടുംബം മുന്നോട്ടു പോകുമ്പോഴും താരിഖ് ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഷാഹിദയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു എന്ന്. അതെ, ആ വീടിൻ്റെ ഉള്ളറകളിൽ താരിഖ് അറിയാതെ ഒരു വലിയ ചതി ഒരുങ്ങുന്നുണ്ടായിരുന്നു. താരിഖിൻ്റെ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്ന ഇമ്രാനുമായി ഷാഹിദ രഹസ്യബന്ധത്തിലായിരുന്നു. വിശ്വസിച്ചു കൂടെ കൂട്ടിയ സുഹൃത്തും ജീവനായി കരുതിയ ഭാര്യയും ഒത്തുചേർന്ന് താരിഖിനെ വഞ്ചിക്കുകയായിരുന്നു. വർഷങ്ങളായി അതീവ രഹസ്യമായി തുടരുന്ന ഈ അവിശുദ്ധ ബന്ധം ഒടുവിൽ അവരെ എത്തിച്ചത് മാരകമായ ഒരു അതിമോഹത്തിലായിരുന്നു. താരിഖിൻ്റെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുക, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കുക. നിയമപരമായി വിവാഹമോചനം നേടിയാൽ സ്വത്ത് വിഭജിക്കപ്പെടുമെന്നും തങ്ങൾ വിചാരിച്ചത്ര പണം കിട്ടില്ലെന്നും ആ ചതിയന്മാർ മനസ്സിലാക്കി. അങ്ങനെയാണ് ക്രൂരമായ ആ തീരുമാനം അവർ കൈക്കൊള്ളുന്നത്. താരിഖിനെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുക. എന്നാൽ പെട്ടെന്ന് ഒരു കൊലപാതകം നടത്തിയാൽ പോലീസ് പിടികൂടും. അതിനാൽ ആരും ഒട്ടും സംശയിക്കാത്ത ശാസ്ത്രീയമായ ഒരു ക്രൂരമാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്: സ്ലോ പോയിസണിംഗ്. ഇമ്രാൻ ഇന്റർനെറ്റ് വഴിയും മറ്റ് അവിഹിത മാർഗങ്ങളിലൂടെയും ശരീരത്തെ പതുക്കെ പതുക്കെ തളർത്തി ഒടുവിൽ മരണം സംഭവിക്കുന്ന ആഴ്സനിക്, താലിയം എന്നീ മാരക വിഷങ്ങൾ രഹസ്യമായി സംഘടിപ്പിച്ചു. എന്നാൽ താരിഖിനെ കൊല്ലുന്നതിൻ്റെ മുൻപ് അവരുടെ മുന്നിൽ മറ്റൊരു തടസ്സമുണ്ടായിരുന്നു: താരിഖിൻ്റെ ഉമ്മ ഫാത്തിമ ബീവി. താരിഖിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വൃദ്ധയായ ഉമ്മ അത് കണ്ടുപിടിക്കുമെന്നും സ്വത്തിൽ അവർക്ക് അവകാശമുണ്ടെന്നും മനസ്സിലാക്കിയ ഷാഹിദ തൻ്റെ ആദ്യത്തെ ഇരയായി തിരഞ്ഞെടുത്തത് സ്വന്തം അമ്മായിയുമ്മയെ ആയിരുന്നു. 2022 ഓഗസ്റ്റ് മാസം ആ വീട്ടിലെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിലും ഉമ്മാക്ക് കുടിക്കാൻ നൽകുന്ന പാലിലും വെള്ളത്തിലും ഷാഹിദ എല്ലാ ദിവസവും ചെറിയ അളവിൽ വിഷം കലർത്താൻ തുടങ്ങി. ദിവസങ്ങൾക്കകം ഫാത്തിമ ബീവിക്ക് കടുത്ത വയറുവേദനയും വിട്ടുമാറാത്ത ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങി. പ്രായത്തിൻ്റെതായ അസുഖങ്ങളാണെന്ന് കരുതി വീട്ടുകാർ പല ഡോക്ടർമാരെയും കാണിച്ചു. ഒടുവിൽ വിഷത്തിൻ്റെ തീവ്രത താങ്ങാനാവാതെ ഓഗസ്റ്റ് 13 ആ ഉമ്മ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു. പ്രായക്കൂടുതൽ കാരണമുള്ള സ്വാഭാവിക മരണമാണെന്ന് കരുതി ബന്ധുക്കൾ വിതുമ്പലോടെ ആ മൃതദേഹം ഖബറടക്കി. ആരും ആ വീട്ടിലെ മരുമകളെ സംശയിച്ചതേയില്ല. ആദ്യത്തെ കൊലപാതകം ആരും അറിയാതെ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഇമ്രാനും ഷാഹിദക്കും ധൈര്യം 100 ഇരട്ടിയായി വർദ്ധിച്ചു.
ഷെയ്ത്താൻ അവരുടെ മനസ്സുകളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അവരുടെ അടുത്ത ലക്ഷ്യം താരിഖായിരുന്നു. ഓഗസ്റ്റ് മാസം അവസാനത്തോടെ താരിഖിനും ഭക്ഷണത്തിലൂടെയും ചായയിലൂടെയും വിഷം നൽകാൻ തുടങ്ങി. അധികം വൈകാതെ കഠിനാധ്വാനിയായ ആ ബിസിനസ്സുകാരൻ്റെ ആരോഗ്യം വഷളായി തുടങ്ങി. കടുത്ത വയറുവേദന, വിട്ടുമാറാത്ത ഛർദി, ശരീരമാകെ തളരുന്നു, തലയിലെ മുടി അസാധാരണമായ രീതിയിൽ കൊഴിഞ്ഞു പോകുന്നു. താരിഖ് കിടപ്പിലായി. പല വലിയ ഡോക്ടർമാരെ കാണിച്ചിട്ടും രോഗം എന്താണെന്ന് ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലിടുമ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സ്നേഹമുള്ള ഭാര്യയായി അഭിനയിക്കുകയായിരുന്നു ഷാഹിദ. ഒടുവിൽ നില അതീവ ഗുരുതരമായപ്പോൾ താരിഖിനെ ചെന്നൈയിലെ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ നടത്തിയ സങ്കീർണമായ പ്രത്യേക രക്തപരിശോധനയിലാണ് ഡോക്ടർമാർ ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തിയത്. താരിഖിൻ്റെ ശരീരത്തിൽ സാധാരണ മനുഷ്യരിലുള്ളതിനേക്കാൾ 400 ഇരട്ടിയിലധികം മാരകമായ വിഷാംശം കലർന്നിരിക്കുന്നു. ആരോ പതുക്കെ വിഷം നൽകി കൊല്ലുകയാണെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകി. അവർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. താരിഖിൻ്റെ ആന്തരിക അവയവങ്ങൾ ഒന്നടങ്കം തകർന്നു പോയിരുന്നു. 2022 സെപ്റ്റംബർ 19 ആ സ്നേഹനിധിയായ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി. തൻ്റെ ഉമ്മയുടെയും സഹോദരൻ്റെയും മരണം ഒരേ ലക്ഷണങ്ങളോടെയാണെന്ന് മനസ്സിലാക്കിയ താരിഖിൻ്റെ സഹോദരിക്ക് കടുത്ത സംശയം തോന്നി. അവർ പോലീസിൽ പരാതി നൽകി. കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഷാഹിദയുടെയും ഇമ്രാൻ്റെയും ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധനക്കയച്ചപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. വാട്സപ്പിലും ടെലഗ്രാമിലും ഇരുവരും നിരന്തരം നടത്തിയ ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. വിഷത്തിൻ്റെ ഡോസ് എങ്ങനെ കൂട്ടണം, താരിഖ് ചെന്നൈയിൽ ആശുപത്രിയിലായിരിക്കുമ്പോൾ പോലും എവിടെ വെച്ച് എങ്ങനെ ബാക്കി വിഷം നൽകണം എന്നതിനെക്കുറിച്ചെല്ലാം അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്രാൻ വ്യാജ ID ഉപയോഗിച്ച് ഓൺലൈൻ വഴി വിഷം വാങ്ങിയതിൻ്റെ ഡിജിറ്റൽ രേഖകളും പോലീസിന് ലഭിച്ചു. ഒടുവിൽ 2022 ഡിസംബറിൽ ഷാഹിദയെയും ഇമ്രാനെയും പോലീസ് ഇരുമ്പഴിക്കുള്ളിലാക്കി. കോടതിയിൽ പോലീസ് 10,000-ലധികം പേജുകളുള്ള ശക്തമായ കുറ്റപത്രം സമർപ്പിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ശക്തമായിരുന്നെങ്കിലും സ്വന്തം കൈകൊണ്ട് വിഷം നൽകുന്നത് കണ്ട നേരിട്ടുള്ള സാക്ഷികൾ ഇല്ല എന്ന നിയമത്തിലെ ചില സാങ്കേതികതകൾ ചൂണ്ടിക്കാട്ടി 2024 സെപ്റ്റംബറിൽ ഷാഹിദക്ക് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ കാമുകൻ ഇമ്രാൻ ഇപ്പോഴും ജയിലിൻ്റെ കറുത്ത അറക്കുള്ളിൽ വിചാരണയും കാത്തു കിടക്കുകയാണ്. തിരുനെൽവേലി നിവാസികളെ ഇന്നും നടക്കുന്ന ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ഒരു ഗുണപാഠമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തീർച്ചയായും മനുഷ്യൻ ദുനിയാവിലെ സമ്പത്തിനോട് കടുത്ത മോഹമുള്ളവനാകുന്നു. എന്നാൽ ആ മോഹം പരലോക ചിന്തയെ ഇല്ലാതാക്കുമ്പോൾ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകും. ദുനിയാവിലെ നശ്വരമായ കുറച്ചു സ്വത്തിനും ഒരു അവിഹിത ബന്ധത്തിനും വേണ്ടി സ്വന്തം ഭർത്താവിനെയും അമ്മായിമ്മയെയും കൊന്നൊടുക്കിയ ആ സ്ത്രീക്ക് താൽക്കാലികമായ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ടാകാം. നിയമത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അവർ മറന്നുപോയ ഒരു കോടതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമാധികാരമുള്ള കോടതി. മനുഷ്യൻ്റെ കണ്ണുകളെ വെട്ടിക്കാം, ദുനിയാവിലെ നിയമങ്ങളെ സ്വാധീനിക്കാം. എന്നാൽ ഏഴാകാശങ്ങൾക്ക് മുകളിലിരുന്ന് എല്ലാം കാണുന്ന റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് ആർക്കാണ് ഒളിച്ചോടാൻ കഴിയുക? ആരെങ്കിലും ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവനതിൽ സ്ഥിരവാസിയായിരിക്കും. ഈ സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദീനീ ബോധവും പരലോക ചിന്തയും വളർത്തിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ ശീലിക്കുക. അല്ലാത്ത പക്ഷം അതിമോഹത്തിൻ്റെ കറുത്ത വഴികൾ നമ്മെ എത്തിക്കുന്നത് ഇനിയൊരു മടങ്ങിവരവില്ലാത്ത നാശത്തിലേക്കായിരിക്കും. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഇത്തരം ചതികളിൽ നിന്നും പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.